ഒരു സക്സസ്ഫുൾ സിഇഒ, ഒരു സക്സസ്ഫുൾ ബിസിനസ് ഓണർ എങ്ങനെ ചിന്തിക്കണം? സോ നമ്മൾ പഠിക്കാൻ പോകുന്നു ഡിസിഷൻ മേക്കിംഗ് മെട്രിക്സ്. ഡിസിഷൻ മേക്കിംഗ് മെട്രിക്സ്. ഡിസിഷൻ മേക്കിംഗ് മെട്രിക്സ്. ജീവിതത്തിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, എപ്പോൾ പ്രതിസന്ധിയിൽ പെടുന്നു അല്ലെങ്കിൽ എപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു, ആ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, കിങ്സ് ക്ലബിൽ ഞാൻ ഒരുപാട് ടൂള് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ടോപ്പ് 3യിൽ നിൽക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെട്രിക്സ് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. ഹൗ ടു ടേക്ക് ഡിസിഷൻ. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് നടത്തേണ്ടത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 16 ടൈപ്പ് ഓഫ് തിങ്കിങ്ങിനെ കുറിച്ചാണ്. പല സാഹചര്യത്തിൽ പല രീതിയിലായിരിക്കണം നമ്മളുടെ ബിസിനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. ആ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ നമ്മളുടെ തിങ്കിങ് പ്രോസസ് കൊണ്ടുപോകണം, എങ്ങനെ നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കണം എന്നതിനെ കുറിച്ച്. സോ 16 ഡിസിഷൻ മേക്കിംഗ് ഓർ തിങ്കിങ് മെത്തേഡ്സ്. 16 ഓക്കെ. 1 2 3 4. Yes. 1 2 3 and 4. Yes. Decision making matrix. കുറച്ചു 16 ബോക്സ് ഉണ്ടായിരിക്കണം ആ മെട്രിക്സിൽ. ഒന്നാമത്തെ തിങ്കിങ് അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് തിങ്കിങ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് ഇതൊരു തിങ്കിങ് പാറ്റേൺ ഫോളോഡ് ബൈ ഇലോൺ മസ്ക്. ഇലോൺ മസ്കിന്റെ തിങ്കിങ് പാറ്റേൺ ഇതാണ്. പല ഇന്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ തിങ്കിങ്ങിനെ കുറിച്ച്. എങ്ങനെയാണ് സ്പേസ് എക്സ് ഉണ്ടായെന്നോ ടെസ്ല ഉണ്ടായതെന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അവിടെ ഉപയോഗിച്ചത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് ആണ് എന്ന്. വാട്ട് ഈസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്? നമ്മളൊരു ഒരു കാര്യം, അതൊരു പ്രശ്നമായിക്കോട്ടെ, ഒരു ചലഞ്ച് ആയിക്കോട്ടെ, ഒരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അതിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മൾ ചിന്തിച്ചിറങ്ങുകയാണ്. സ്ട്രിപ്പിംഗ് എ പ്രോബ്ലം ഡൗൺ ഇൻ ടു അൺഡിനേബിൾ ട്രൂത്ത്. അതിൻ്റെ അടിവേര് തേടി നമ്മൾ താഴേക്ക് പോകുന്നു. അവസാനം ആ യാഥാർത്ഥ്യം, ആ സത്യം നമ്മൾ കണ്ടെത്തുന്നു. അവിടെ എല്ലാ അസംഷൻസിനെയും, എല്ലാ ഊഹങ്ങളെയും നമ്മൾ മാറ്റി നിർത്തിയാണ് ഈ തിങ്കിങ്ങിൻ്റെ അകത്ത്. വി റിമൂവ് ഓൾ കൈൻഡ് ഓഫ് അസംഷൻസ്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചില ബയാസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന രീതികളെല്ലാം നമ്മൾ മാറ്റിവെക്കുകയാണ്. ഒരു രീതിയിലും നമ്മൾ ബയാസ്ഡ് ആവുന്നില്ല. ഒരു പർട്ടിക്കുലർ രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ കാര്യത്തെ സമീപിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ട്രെയിനിങ് മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ ഇതായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അവിടെ ഇങ്ങനൊരു ഇൻഡസ്ട്രി തന്നെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഇങ്ങനൊരു ട്രെയിനിങ് ഇൻഡസ്ട്രി ഉണ്ടെന്നും ആ ട്രെയിനിങ് ഇൻഡസ്ട്രിയുടെ നോംസ് ഇങ്ങനെയൊക്കെയാണെന്നും, ട്രെയിനിങ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അത് ഇങ്ങനെ ആയിരിക്കണം എന്നും ചില പാറ്റേണുകളുണ്ട്, ചില ഇൻഡസ്ട്രി നോംസ് ഉണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് തിങ്കിങ് ലൈക്ക് സച്ച് എൻ ഇൻഡസ്ട്രി ഡസൻറ്റ് എക്സിസ്റ്റ്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയേ ഇല്ല എന്ന രീതിയിലായിരിക്കും നമ്മൾ അതിനെ കാണുന്നത്. ഇതാദ്യമായി ലോകത്ത് ചെയ്യാൻ പോകുന്നത് ഞാനാണ് എന്ന ചിന്ത. അവിടെ നമ്മളുടെ പാസ്റ്റ്, ഇതുവരെ നമ്മൾ ചെയ്ത ഒരു കാര്യത്തെയും നമ്മൾ ഇതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല.
ഇതുവരെ ചെയ്ത ഒരു കാര്യത്തെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുന്നില്ല. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും തോന്നുവോ, അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇതൊന്നും നമ്മൾ എടുക്കത്തില്ല. കാരണം ഇതൊക്കെ അസംഷൻസ് ആണ്. ഇൻഡസ്ട്രി ഇങ്ങനെയാണ്, മറ്റുള്ളവർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, മറ്റുള്ളവർ ഇട്ടിരിക്കുന്ന പ്രൈസ് ഇതാണ്, മറ്റുള്ളവരുടെ ഫീച്ചേഴ്സ് ഇതാണ്. ഇത് വരുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് എന്തുണ്ടാക്കും? ആവശ്യമില്ലാത്ത കുറെ അസംഷൻസ്. ഇതിങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ടല്ലോ, അല്ലെ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു പോയല്ലോ, അപ്പൊ ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്നേ? പാസ്റ്റിനെ കുറിച്ച് ചിന്തയില്ല, ഇൻഡസ്ട്രിയെ കുറിച്ച് ചിന്തയില്ല, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നതിനെ കുറിച്ചും ചിന്തിക്കില്ല. ഇത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് ആരെങ്കിലും എവിടെങ്കിലും അടിസ്ഥാനപരമായി പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനെയും അത് കണ്ടിട്ടേയില്ല എന്ന രീതിയിലായിരിക്കും നമ്മളിവിടെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്നോ ഇങ്ങനെ കുറച്ച് പേര് ചെയ്തുകൊണ്ടിരിക്കുന്നോ എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. സോ ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്, എങ്ങനെയാണ് ആ പ്രോബ്ലത്തിന്റെ അല്ലെങ്കിൽ ആ ചലഞ്ചിനെ അതിന് എന്ത് ഡിസിഷൻ എടുക്കണം എന്നത് എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്? സോ എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് ആദ്യം ഒന്ന് പഠിക്കാം നമുക്ക്. ഡിസിഷൻ മേക്കിംഗ് ഈസ് നത്തിങ് മോർ ദാൻ ആസ്കിങ് എ സീരീസ് ഓഫ് ബെറ്റർ ക്വസ്റ്റ്യൻസ്. ഒരു കൂട്ടം നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്. നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്കതിലൊരു തീരുമാനം എടുക്കണം. അത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അപ്പം എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്? ബൈ ആസ്കിങ് എ സീരീസ് ഓഫ് ബെറ്റർ ക്വസ്റ്റ്യൻസ്. ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നാണ് ബെറ്റർ ഡിസിഷൻ മേക്കിങ്സ് വരുന്നത്. അപ്പോ നമ്മളുടെ പല തീരുമാനങ്ങളും ബാഡ് ഡിസിഷൻസ് ആയി പോകുന്നത് അത് എക്സിക്യൂഷൻ ഫെയിൽ ആകുന്നത് കൊണ്ടല്ല. They fail because the question was wrong. ആ ചലഞ്ച് വന്നപ്പോ നമ്മൾ ചോദിച്ച ചോദ്യം തെറ്റായിരുന്നു. എക്സിക്യൂഷനിലല്ല പ്രശ്നം, നമ്മൾ ചോദിച്ച ചോദ്യം തെറ്റിപ്പോയി. അപ്പൊ ഇവിടെ ചിന്ത ഇതാണ്, എനിക്കിതിന്റെ ഹിസ്റ്ററി ഒന്നുമില്ല, എനിക്കിതിന്റെ പാരമ്പര്യമില്ല, ഞാൻ ഇതുവരെ അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഇഷ്ടങ്ങളോ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് കണക്കെടുക്കുന്നില്ല, ഞാൻ ഇൻഡസ്ട്രിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇൻഡസ്ട്രി നോംസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ വാട്ട് ഈസ് ദ സ്മാർട്ടസ്റ്റ് മൂവ് ഐ കുഡ് മേക്ക് ടുഡേ? വാട്ട് ഈസ് ദ സ്മാർട്ടസ്റ്റ് മൂവ് ഐ കുഡ് മേക്ക് ടുഡേ? ഇവിടെ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ ബാഗേജുകളും മാറ്റിവെച്ചിട്ടാണ് നമ്മൾ ഈ പ്രശ്നത്തെ, ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അവിടെ ഈഗോ നോ, ഇവിടെ ഒരു രീതിയിലും നമ്മൾ ബയാസ്ഡ് അല്ല. സോ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ആ പ്രശ്നത്തിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹിസ്റ്ററി, നമ്മുടെ ഈഗോ ആൻഡ് നമ്മുടെ ഇൻഡസ്ട്രി നോംസ്, ഇതൊന്നും പരിഗണിക്കാതെ ആയിരിക്കും നമ്മൾ ഈ റൈറ്റ് ഒബിയസ് ഡിസിഷനിലേക്ക് എത്തുന്നത്. ദ 3 ഇൻവിസിബിൾ ഫോഴ്സസ്. 3 ഇൻവിസിബിൾ ഫോഴ്സസ്. നമ്മൾ പോലും നമ്മുടെ ബിസിനസിന്റെ അകത്ത് പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ 3 കാര്യങ്ങൾ നമ്മളെ പെടുത്തുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഇല്ലാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കുന്നതിന്റെ പേരാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? നമ്മളെല്ലാവരും എന്നും എന്ത് കാര്യം ചെയ്താലും ഈ 3 കാര്യത്തിന്റെ അകത്ത് പെട്ടുപോകാറുണ്ട്. അതിൽ ഒന്നാമത്തതാണ് സങ്ക് കോസ്റ്റ് ബയാസ്. സങ്ക് കോസ്റ്റ്
ബയാസ്. ഇപ്പം ബാബുവേട്ടന്റെ അടുത്ത്, മിഥുന്റെ അടുത്ത്, അഭിരാജിന്റെ അടുത്ത്, അല്ലെങ്കിൽ ആരിഫിന്റെ അടുത്ത്, അല്ലെ ഷാക്കിബിന്റെ അടുത്ത് ഒരു കാര്യം വരികയാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഇന്ന് ചെയ്യേണ്ട, നടപ്പാക്കേണ്ട ഒരു കാര്യം വരുന്നു, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. സങ്ക് കോസ്റ്റ് ബയാസ്. അവിടെ ആരിഫിന്റെ ആദ്യത്തെ ചിന്ത പോകുന്നത്, അയ്യോ ഇത്രയും പൈസ ഞാൻ ഇതുവരെ മുടക്കിയതല്ലേ, ഇത്രയും കാര്യം ഞാൻ ഇതുവരെ ചെയ്തതല്ലേ, ഐ ഹാവ് ഓൾറെഡി സ്പെൻഡ് ടു മച്ച്. അപ്പൊ എങ്ങനെയാണ് ഞാൻ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത്? അത്രയും പൈസ, ഞാനിപ്പം കോഴിക്കോട് നമുക്ക് ഓഫീസ് ഉണ്ടല്ലോ, അപ്പം എങ്ങനെയാണ് ഞാൻ, അയ്യോ അതെന്ത് ചെയ്യും ഞാൻ? ഇപ്പം ഇത്ര സ്റ്റാഫ് ഉണ്ടല്ലോ, അവരെ എന്ത് ചെയ്യും ഞാൻ? ഇപ്പൊ ആ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അതിപ്പോ മേടിച്ചതല്ലേ ഉള്ളൂ, അത്രയും കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, അതെന്ത് ചെയ്യും ഞാൻ? സങ്ക് കോസ്റ്റ് ബയാസ്. ഒരു കാര്യത്തിന് സ്പെൻഡ് ചെയ്തു പോയല്ലോ, അതുകൊണ്ട് അത് സഹിച്ച്, അല്ലെങ്കിൽ എടുക്കേണ്ട പല ഓപ്പർച്യൂണിറ്റീസും എടുക്കാതിരിക്കുന്ന ട്രാപ്പ്, സങ്ക് കോസ്റ്റ് ട്രാപ്പ്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്ങിന്റെ അകത്തേക്ക് വരുമ്പോ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ റെസ്പോൺസിലേക്ക് വരുമ്പോ, പാസ്റ്റ് കോസ്റ്റ് ഈസ് ഇറലവന്റ്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പാസ്റ്റ് കോസ്റ്റ്, ഓൾറെഡി ചെലവായി പോയല്ലോ എന്ന ചിന്തയെ അവിടെ ഇല്ല. അവിടെ ഒറ്റ കാര്യത്തിനാണ് വെയിറ്റേജ് കൊടുക്കുന്നത്, ഫ്യൂച്ചർ റിട്ടേൺസ്. ഫ്യൂച്ചർ റിട്ടേൺസ്. ചെലവായി പോയതിനെ കുറിച്ച് ചിന്തിക്കില്ല, ഫ്യൂച്ചർ റിട്ടേൺസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദ പാസ്റ്റ് ഈസ് നോട്ട് ആൻ ആർഗ്യുമെന്റ്. കഴിഞ്ഞു പോയ കാര്യം ഇവിടെ ഒരു ബാഗേജ് ആയിട്ട് വരില്ല, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. അപ്പം ഒന്നാമത് എലിമിനേറ്റ് ചെയ്യുന്നത് സങ്ക് കോസ്റ്റ്. ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു പോയതിന്റെ പേരിൽ നമ്മൾ ചില കാര്യങ്ങൾ, ഓൾറെഡി സ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ ചില കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്യുന്നു, സഹിക്കുന്നു. ഈ തിങ്കിങ്ങിന്റെ അകത്ത് പറയുന്ന കാര്യം ഇതാണ്, ദ പാസ്റ്റ് ഈസ് നോട്ട് എ റീസൺ, ദ ഫ്യൂച്ചർ ഈസ് ദ റീസൺ. കഴിഞ്ഞു പോയ കാര്യം ഒരു റീസണേ അല്ല, വരാനിരിക്കുന്നതാണ് യഥാർത്ഥ റീസൺ. വരാനിരിക്കുന്നത്. രണ്ടാമത്തതാണ്, അപ്പം ഒന്നാമത്തതെന്ന് പറയുന്നത് സങ്ക് കോസ്റ്റ് ബയാസ്, ഓൾറെഡി ഇത്ര ചെലവായി പോയല്ലോ എന്നുള്ളത്. ഓൾറെഡി ഇത്രയും ചെലവായി പോയി. രണ്ടാമത്തതാണ് സേക്രഡ് കൗ, വിശുദ്ധ പശു. എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എന്റെ വാപ്പ ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അത്രയും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ അറിയപ്പെടുന്നത് തന്നെ അതിന്റെ പേരിലാണ്. അപ്പൊ പിന്നെ എങ്ങനെ അത് വിട്ടിട്ട് ഞാൻ ഇതിലേക്ക് വരുന്നത്? അതെങ്ങനെയാ ചെയ്യാതിരിക്കുന്നത്? അതെങ്ങനെയാ ഉപേക്ഷിക്കുന്നത്? ബിക്കോസ് വി ആർ നോൺ ഫോർ ഇറ്റ്. അതാണല്ലോ എനിക്ക് ചെയ്യാൻ ഇഷ്ടം. അപ്പൊ ആ ഇഷ്ടമുള്ളത് കളഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഇതല്ലല്ലോ എൻ്റെ ഐഡന്റിറ്റി. ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തുടങ്ങിപ്പോയല്ലോ എന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ ഓൾറെഡി ഈ ബിസിനസ്സിലാണ് എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാവല്ലോ എന്ന് ചിന്തിച്ച്, ആ രീതിയിൽ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക. ഞാൻ വീട്ടുകാരെന്ത് പറയും, ഞാനത് വേണ്ടെന്ന് വെച്ചാൽ നാട്ടുകാരെന്ത് പറയും, എൻ്റെ കുടുംബക്കാരെന്ത് പറയും? അറ്റാച്ച്മെന്റ് ഡസ് നോട്ട് ഈക്വൽ വയബിലിറ്റി. ഇവിടെ നമ്മളുടെ അറ്റാച്ച്മെന്റിനോ, നമ്മുടെ പാഷനോ, നമ്മളുടെ ഇഷ്ടങ്ങൾക്കോ ഒന്നിനും അവിടെ ഒരു സ്ഥാനവും നമ്മൾ കൊടുക്കുന്നില്ല. കാരണം നമുക്കിവിടെ അറിയേണ്ടത് വാട്ട് ഈസ് ദ റിയാലിറ്റി. ഇവിടെ നമ്മളുടെ ഐഡന്റിറ്റി ആയിട്ട് ഇതിന് യാതൊരു ബന്ധവും കാണത്തില്ല, യാതൊരു ബന്ധവും കാണില്ല. ഇവിടെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ലൈക്ക് ഓർ നമ്മുടെ പാഷൻ ഡസൻറ്റ് മാറ്റർ. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരിക്കത്തില്ല പലപ്പോഴും നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നത്. വാട്ട് യു ലവ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്കലി വാട്ട് യു ക്യാൻ സ്കെയിൽ. നമ്മൾ ഇഷ്ടപ്പെടുന്നതിനെ ചിലപ്പോ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല.
മൂന്നാമത്തെ നമ്മൾ ഡിലേ ചെയ്യുന്ന, നമ്മൾ ശ്രദ്ധിക്കാത്ത, അല്ലെ ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തത്, ഇൻഡസ്ട്രി നോംസ്. ഇൻഡസ്ട്രി ഇങ്ങനെയല്ലേ, ഇൻഡസ്ട്രി നോംസ്. ദിസ് ഈസ് ഹൗ എവരി വൺ ഡസ് ഇറ്റ്. ഇങ്ങനെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയാണ് കോമ്പറ്റീറ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ ഇൻഡസ്ട്രി അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ കോപ്പി എടുക്കുന്നു. ഇതുകൊണ്ടാണ് ഏതൊരു ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും, ശ്രദ്ധിച്ച് കേക്ക്, 96% ഓഫ് ദം ആർ ഗെറ്റിംഗ് ഓൺലി ആവറേജ് റിസൾട്ട്. കാരണം 96% ഇൻ എനി ഇൻഡസ്ട്രി ഫോളോ ദ സെയിം നോംസ്. ഒരേ പാറ്റേൺ, ഒരേ രീതി, ഒരേ മെത്തേഡ്, ഒരേ ഡിസിഷൻസ്. അതുകൊണ്ട് തന്നെ ഏത് ഇൻഡസ്ട്രിയിലും 96% പേർക്കും ആവറേജ് റിസൾട്ട് ആണ് അവർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. കാരണം ആ 96% പേരും ആ ഇൻഡസ്ട്രി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇൻഡസ്ട്രി നോംസ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ഓൾവേസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ മീഡിയോക്രസി. അവിടെ ഒരു ആവറേജ്, അത്രയും മതി. ആവറേജ് റിസൾട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഏതൊരു ഇൻഡസ്ട്രി നോംസും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 96% ഓഫ് എനിത്തിങ് ഇൻ എനി ഇൻഡസ്ട്രി അവർക്ക് കിട്ടുന്നത് ആവറേജ് റിസൾട്ട് മാത്രമായിരിക്കും. എക്സ്ട്രാ ഓർഡിനറി അവർക്ക് കിട്ടില്ല. കാരണം ദേ ഓൾ ഫോളോ ദ സെയിം സെറ്റ് ഓഫ് റൂൾസ്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്ങിന്റെ അകത്ത് ഈ 3 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. ഒന്ന്, ഓൾറെഡി സ്പെൻഡ് ആയി പോയല്ലോ, അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ ചെയ്തു പോയല്ലോ, ഓൾറെഡി ഞാൻ അത്രയും എഫേർട്ട് ഇട്ടല്ലോ, ഓൾറെഡി ഇത്രയും പൈസ മുടക്കിയല്ലോ, ഓൾറെഡി ഇത്രയും ടൂൾസ് മേടിച്ചല്ലോ, ഇതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. 2, എനിക്കിഷ്ടം ഇതാണല്ലോ, ഞാൻ അറിയപ്പെടുന്നത് ഇങ്ങനെയാണല്ലോ, മറ്റുള്ളവർ എന്നെ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, എന്റെ ഐഡന്റിറ്റി ഇതാണല്ലോ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇതാണല്ലോ, എന്റെ പാഷൻ ഇതാണല്ലോ. 3, ഇൻഡസ്ട്രി ഇങ്ങനെയാണല്ലോ, എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ, എല്ലാവരുടെയും പ്രൈസിങ് മെത്തേഡ് ഇതാണല്ലോ, എല്ലാവരുടെയും വില ഇതാണല്ലോ, കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ഇങ്ങനെ. ഈ 3 കാര്യത്തെക്കുറിച്ച് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്ങിൽ ചിന്തിക്കുന്നേയില്ല. ഇത് 3 കൺസിഡർ ചെയ്യുന്നേയില്ല. ഞാൻ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ നോക്കിയില്ല. ഞാൻ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ബിസിനസ്സിന് വേണ്ടി, ഇന്റീരിയറിന്റെ ബിസിനസ്സിന് വേണ്ടി, സോഫ്റ്റ്വെയറിന്റെ ബിസിനസ്സിന് വേണ്ടി, ജനറൽ ട്രേഡിങ്ങിന്റെ ബിസിനസ്സിന് വേണ്ടി, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി എത്ര രൂപ ഞാൻ ചെലവാക്കിയെന്നോ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്കിതൊന്നും നിർത്താൻ പറ്റില്ല. കാരണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ, അത് കടം മേടിച്ചു, പലിശയ്ക്ക് മേടിച്ചിട്ട് ഞാൻ പല ടൂൾസും മേടിച്ചു വെച്ചിട്ടുണ്ട്, ഒരുപാട് മെഷീനറീസ് മേടിച്ചു വെച്ചിട്ടുണ്ട്, വെയർ ഹൗസ് അടിച്ചിട്ടിട്ടുണ്ട്, അവിടെ പ്ലാന്റ് മേടിച്ചു വെച്ചിട്ടുണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ. ഇതൊക്കെ എന്ത് ചെയ്യും? ഞാനിത് നിർത്തിയാൽ, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യാൻ പോയാൽ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞാൻ തൂക്കി വിട്ടിട്ടുണ്ട്. കാരണം ഐ നെവർ ടേക്ക് കെയർ ഓഫ് സങ്ക് കോസ്റ്റ് ബയാസ്. ഇത് ഞാൻ പറയുന്നത് അന്നത്തെ കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോഴാണെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, ഞാൻ അതിനു വേണ്ടി, കാരണം ഈ ചെലവായി പോയതിനേക്കാൾ എനിക്കറിയാം വരാനിരിക്കുന്ന റിസൾട്ടാണ്, ഫ്യൂച്ചറിലാണ് ഇതിന് കൂടുതൽ റിസൾട്ട് വരാൻ പോകുന്നത്. സോ ഇത് ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ട് ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 8 ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത സമയം, അതിനു വേണ്ടി പഠിക്കാൻ ചെലവാക്കിയത്, അല്ലെങ്കിൽ അതിന്റെ ടൂൾസ് മേടിച്ചത്, അതിന്റെ ടീമിന് വേണ്ടി ചെലവാക്കിയത്, അതിന്റെ അകത്തുണ്ടായ നഷ്ടം, എനിക്കൊരു നിർബന്ധമില്ല. ഒരു ബിസിനസ്സിലുണ്ടായ നഷ്ടം അതേ ബിസിനസ് ചെയ്ത് തന്നെ പരിഹരിക്കണം, അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് നാട്ടുകാരെ അങ്ങനെയുള്ള ഇതൊന്നും എനിക്കില്ല. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഞാൻ ചെയ്തതെല്ലാം അത് ഈ വഴി തന്നെ ഞാനായിരുന്നു ശരിയെന്ന് പ്രൂവ് ചെയ്യണം, ഒരു നിർബന്ധമില്ല. എനിക്ക് തെറ്റായിരിക്കാം, എനിക്ക് അറിയത്തില്ലായിരിക്കാം, ഐ അക്സെപ്റ്റഡ്.
എനിക്ക് ഇന്റീരിയർ ബിസിനസ് സെയിൽസ് ചെയ്യാൻ അറിയാം, പക്ഷെ ഇന്റീരിയർ വർക്ക് ചെയ്യാൻ അറിയില്ല. എനിക്ക് സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്യാൻ അറിയാം, പക്ഷെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ അറിയില്ല. എനിക്ക് ജനറൽ ട്രേഡ് ചെയ്യാൻ അറിയാം, പക്ഷെ ട്രേഡിങ്ങിന്റെ പ്രൊഡക്ട്സ് കറക്റ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് അറിയില്ല. ഐ എം നോട്ട് എ മാനുഫാക്ചറർ. സോ ഐ അക്സെപ്റ്റഡ് ദ ഫാക്ട്. അല്ലാതെ ഇത് തന്നെ ചെയ്ത് ഞാൻ നാട്ടുകാരുടെ മുന്നിൽ, ഞാൻ എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ, ഇനി എന്നെ എല്ലാരും കണ്ടിരിക്കുന്നത് ഇങ്ങനല്ലേ, സോ വാട്ട്? അവൻ ഒരു ദിവസം താണ്ട് ഇന്റീരിയർ എന്നും പറഞ്ഞു നടക്കുന്നു, ഒരു ദിവസം താണ്ട് സോഫ്റ്റ്വെയർ എന്നും പറഞ്ഞു നടക്കുന്നു. ഞാൻ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞാണ്ട് അടുത്ത് ഉടായിപ്പുമായിട്ട് ഇറങ്ങിയെന്നാ പറഞ്ഞേ. എന്റെ പരിചയക്കാർ പറഞ്ഞ അടുത്ത ഏതാണ്ട് ഉടായി. അതുകൊണ്ട് ഞാൻ പരിചയക്കാരെ ആരെയും അറിയിച്ചില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 32 വയസ്സ് വരെ പരിചയമുള്ള ഒരാളും അതിനുശേഷം ഞാൻ ചെയ്ത കാര്യത്തിന്റെ അകത്ത് ഇല്ല. എനിക്ക് അങ്ങനെ ഒരു സേക്രഡ് കൗ ഇല്ല, എനിക്കില്ല. മൂന്നാമത്തതാണ്, ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ നോക്കിയില്ല മറ്റുള്ളവർ എത്രയാണ് ട്രെയിനിങ്ങിന് ഫീസ് മേടിക്കുന്നത് എന്ന്, അവരെത്ര മണിക്കൂറാണ് പഠിപ്പിക്കുന്നത് എന്ന്, അവരെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന്, അവരെങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. ഞാൻ ഇവരുടെയൊക്കെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇവരൊന്നും ഫോളോ ചെയ്യുന്ന ഒരു നോംസും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവരിപ്പോഴും 2500 രൂപയുടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ വെബിനാർ പോലും 10,000 രൂപയുടെ എടുക്കുന്നത്. കാരണം എനിക്കറിയില്ല. ഐ നെവർ ഫോളോ ഇൻഡസ്ട്രി നോംസ്. അതുകൊണ്ട് തന്നെ 96% ട്രെയിനർമാർക്ക് കിട്ടുന്ന റിസൾട്ടിനേക്കാൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള റിസൾട്ട് ആൻഡ് ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഐ നെവർ ഫോളോ ഇൻഡസ്ട്രി റൂൾസ്. കാരണം ഇൻഡസ്ട്രി റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ലിമിറ്റേഷൻസ്. അവിടെ എല്ലാവർക്കും ഒരേപോലുള്ള മാർജിനാണ്, പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അവിടെ ആവറേജ് ആണ് എല്ലാം. അവിടെ ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ഈ റൂൾസ് ഒക്കെ ശരിയാണോ എന്ന്. നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുണ്ടല്ലോ ഈ കടം കൊടുക്കുന്ന പരിപാടിയൊക്കെ, നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ്. ആരാണ് പറഞ്ഞത് കടം കൊടുത്തേ പറ്റുള്ളൂ? ആരാ പറഞ്ഞേ? ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് കറക്റ്റ്. ആരും ഇതുവരെ അതിന്റെ കറക്റ്റ്നെസ് നോക്കിയിട്ടില്ല, ഇത് ശരിയാണോ നോക്കിയിട്ടില്ല. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യായിരുന്നു, കൺസിഡറിങ് ഇറ്റ് ആസ് എ കോമൺ തിങ്. സോ മനസ്സിലാക്കേണ്ട കാര്യം, കോമൺ പ്രാക്ടീസ് ഈസ് നോട്ട് ദ ബെസ്റ്റ് പ്രാക്ടീസ്. എല്ലാവരും അത് ഫോളോ ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം അതാണ് ഏറ്റവും മികച്ച രീതി എന്നല്ല. കോമൺ പ്രാക്ടീസ് ഈസ് നോട്ട് ദ ബെസ്റ്റ് പ്രാക്ടീസ്. ചില സമയത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ കോമൺ പ്രാക്ടീസിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അല്ലാതെ അവര് പറയുന്നതാണ്, അല്ലെങ്കിൽ അവരെല്ലാവരും അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് അതാണ് ശരി. നോ, നെവർ. ഇലോൺ മസ്ക് സ്പേസ് എക്സിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് he never thought about industry norms. കാരണം അവിടെ ഇൻഡസ്ട്രി ബിലീഫ് എന്താണ്? ഇൻഡസ്ട്രി ബിലീഫ് എന്താണ്? അവിടെ റോക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, ബഹിരാകാശത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്, തിരിച്ചു വരുന്നതും കണ്ടിട്ടുണ്ട് ചിലത്, അല്ലേ? അവിടുത്തെ ഒരു ഇൻഡസ്ട്രി നോംസ് എന്താണെന്നറിയോ? ഒരു തവണ ബഹിരാകാശത്തേക്ക് പോയ റോക്കറ്റ് പിന്നീട് അവർ യൂസ് ചെയ്യത്തില്ല. അതെന്താ അങ്ങനെ? അതങ്ങനാണല്ലോ. അല്ല, അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. ഇലോൺ മസ്ക് അതിനെ ആ ഒരു കാര്യം പുള്ളിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു വിശ്വാസം അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ റോക്കറ്റ് ഇത്രയും വില കൂടാൻ അല്ലെങ്കിൽ ചെലവ് വർദ്ധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഓരോ തവണയും ഈ സാധനത്തിന് വേണ്ടി എല്ലാം പുതിയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇയാള് ചോദിച്ചു, ഇൻഡസ്ട്രിയിൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ തിരിച്ചു കൊണ്ടുവരുന്ന റോക്കറ്റ് ഒക്കെ എന്താ ചെയ്യുന്നത്? അത് ഞങ്ങൾ സ്ക്രാപ്പിന് കൊടുക്കുകയായിരുന്നു. അന്നേ ഇതല്ല ഞാൻ എടുത്തോട്ടെ. അപ്പൊ അവര് പറഞ്ഞ ടെൻഡറാണ്. ഓ, അതിനെന്താ? അവര് അവിടുന്ന് സ്ക്രാപ്പ് കൊടുത്ത സാധനം, അതായത് ഒരു തവണ പോയിട്ട് വന്ന സാധനം, അത് വെച്ചിട്ടാണ് സ്പേസ് എക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇൻഡസ്ട്രിയിൽ ഇത്ര ബില്യൺസ് വേണം ഒരു റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ, അത് കേവലം കുറച്ച് മില്യൺസിലേക്ക് ഒതുക്കി ആ മനുഷ്യൻ ഇലോൺ മസ്ക്. കാരണം അയാൾക്കറിയില്ല ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഇത് പുതിയതേ ഒക്കത്തോളം. അങ്ങനൊരു റൂൾ പുള്ളി വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്പേസ് എക്സിന്റെ
പ്രൊഡക്ഷൻ കോസ്റ്റ്, റോക്കറ്റ് ഉണ്ടാക്കാനുള്ള ചെലവ് ഇൻഎക്സ്പെൻസീവായി കമ്പയർഡ് ടു മറ്റ് കോമ്പറ്റീറ്റേഴ്സ്. അവിടെ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചോദ്യം ചെയ്യാണ്, എന്ത് വെച്ചിട്ടാണ് ഈ റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് റീയൂസ് ചെയ്യാൻ പറ്റാത്തത്? എൻറ്റയർ ഇൻഡസ്ട്രി റീസെറ്റ് ചെയ്യേണ്ടി വന്നു സ്പേസ് എക്സിന് ശേഷം. ഇപ്പോ ഒരു റോക്കറ്റ് പോലും, അതിന്റെ ഒരു പാർട്സ് പോലും ഒരു സ്ഥാപനവും ഇൻക്ലൂഡിങ് നാസ പാഴാക്കുന്നില്ല, സ്ക്രാപ്പിൽ കൊടുക്കുന്നില്ല. കാരണം റീയൂസ് ചെയ്യാൻ പറ്റും എന്ന് ഈ മനുഷ്യൻ തെളിയിച്ചു. അതുകൊണ്ട് തന്നെ കോസ്റ്റ് സ്ട്രക്ചർ കൊളാപ്സ്ഡ്. മറ്റേത് ഈ ലോക രാജ്യങ്ങളെല്ലാം ഇതിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇവന്മാര് ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ട് ഇതിന്റെ പർച്ചേസിന്റെ അകത്ത് കൈയിട്ട് വാരുന്ന പരിപാടിയാണ് ഈ എല്ലാ ഗവൺമെന്റിനും എല്ലാ രാജ്യങ്ങൾക്കും അതിനെ നയിക്കുന്നവർക്കും. ഈ ഒരൊറ്റ മനുഷ്യൻ ആ ഇൻഡസ്ട്രി തന്നെ പൊളിച്ചടുക്കി. കാരണം അയാൾക്ക് അങ്ങനെ, ഇയാൾ ഈ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നോംസ് നോക്കുന്ന ആളല്ല. ഇത് തന്നെയാണ് ടെസ്ല എന്ന കാർ ഉണ്ടാക്കാൻ നേരം ഇലോൺ മസ്ക് ചിന്തിച്ചത്. അപ്പം കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എല്ലാവരും ചിന്തിക്കുന്നത്. ഇങ്ങേര് ചിന്തിച്ചത് എന്തിന് ഈ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യണം? ഫ്യൂച്ചർ, വൈ കോണ്ട് വി മേക്ക് ഇറ്റ് ഇലക്ട്രിക് പവർ? എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൂടാ? എന്തുകൊണ്ട് ബാറ്ററി വെച്ച് ഓടിക്കൂടാ? എന്തുകൊണ്ട് ചാർജിങ് സ്റ്റേഷൻസ്, എന്തിനാ പെട്രോൾ പമ്പ്, ചാർജിങ് സ്റ്റേഷനുകൾ വെച്ചുകൂടാ? എന്തുകൊണ്ടൊരു എനർജി എക്കോസിസ്റ്റം ഉണ്ടാക്കിക്കൂടാ? സാധാരണ ഒരു കാർ ഉണ്ടാക്കുന്ന ആള് നോക്കുന്നത് അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ എങ്ങനെ ഉണ്ടാക്കാം, ഇവരെക്കാൾ പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ എങ്ങനെ ഉണ്ടാക്കാം, ഇവരെക്കാൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കാം, അവരെക്കാൾ അടിപൊളിയായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം, സ്പീഡോമീറ്റർ എങ്ങനെ ഉണ്ടാക്കാം, മ്യൂസിക് സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാം. ഇയാള് ചിന്തിച്ചത് ഇതിനൊക്കെ പകരം എങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം, എഞ്ചിന് പകരം എങ്ങനെ ബാറ്ററി യൂസ് ചെയ്യാം, മറ്റു കാര്യങ്ങൾക്ക് പകരം എങ്ങനെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഈ കാര്യങ്ങൾക്ക് എന്തിനാണ് ഒരാളിരുന്ന് വണ്ടി ഓടിക്കുന്നത്? സെൽഫ് ഡ്രൈവിംഗ് കാർ എന്തുകൊണ്ട് വന്നുകൂടാ? ഇതൊന്നും ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരുത്തനും ചിന്തിച്ചിട്ടില്ല. കാരണം they never use first principle rule, but they follow average industry norms. ഇലോൺ മസ്ക് വന്നിട്ട് ഒരു മികച്ച കാർ ഉണ്ടാക്കുക അല്ല ചെയ്തത്, ഹി റീബിൽഡ് ദ സിസ്റ്റം. ഞാൻ വന്നിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ ട്രെയിനിങ് മെത്തേഡ് കൊണ്ടുവരിക അല്ല ചെയ്തത്, ഐ ബിൽഡ് എ സിസ്റ്റം. അപ്പൊ എന്ത് മനസ്സിലായി? 96% ആവറേജ് ഇപ്പൊ കിങ്സ് ക്ലബിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇത് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കിങ് മേക്കേഴ്സിലേക്കും ഇൻവെസ്റ്റേഴ്സിലേക്കും ഒക്കെ വർഷങ്ങൾക്ക് മുന്നേ പോയത്. 6 കൊല്ലം മുന്നേ നമ്മൾ തുടങ്ങി ഇവിടെ എത്തിച്ച സാധനം ഇപ്പൊ അവര് ചിന്തിക്കുന്നതേ ഉള്ളൂ. നടക്കത്തില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റ്, മികച്ച പ്രൊഡക്റ്റ് ഉണ്ടാക്കുക അല്ല ചെയ്തത്, വി റീബിൽഡ് സിസ്റ്റംസ്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് നോട്ട് അബൌട്ട് ഇന്നോവേഷൻ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഏത് ഡയറക്ഷനിൽ പോകണം എന്ന സെലക്ഷൻ ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇവിടെ ബേസിക് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ ഈ ഇൻഡസ്ട്രി തന്നെ നിൽക്കണോ? ഞാൻ ഈ ബിസിനസ് തന്നെ ചെയ്യണമെന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഈസ് ഇറ്റ് വർത്ത് മൈ ടൈം, എനർജി ആൻഡ് ക്യാപിറ്റൽ? എന്റെ റിസോഴ്സ്, ഞാൻ ഇത്രയും എഫേർട്ട് ഇടുന്നു, അതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ടോ? ഈ ചോദ്യങ്ങളൊന്നും പച്ചയ്ക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമില്ല. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഇന്ന് ബിസിനസ് നഷ്ടമാണെങ്കിലും അത് സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നെങ്കിലും രക്ഷപ്പെടും എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ റീസൺ, നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ നേരിടാൻ ഭയമാണ്, നിങ്ങൾക്ക് പേടിയാണ് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ. ഞാൻ വീണ്ടും പറയുന്നു, ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത്. Using first principle, you have to ask yourself, should we even be in this business? പച്ചയ്ക്ക് ചോദിക്കാൻ പറ്റണം, ഒട്ടും ബയാസ്ഡ് ആവരുത്. ഇതുവരെ എടുത്ത എഫേർട്ട്, ഇതുവരെ ഇട്ട പൈസ, ഇതുവരെ ഉള്ള മെനക്കേട് ഇത് വെച്ചിട്ടല്ല. എന്റെ ഇഷ്ടം, എന്റെ പാഷൻ, എന്റെ നാട്ടുകാർ, എന്റെ വീട്ടുകാർ, ഇൻഡസ്ട്രി അങ്ങനെ
ഇതൊന്നും ഇല്ലാതെ, ഈ 3 ബയാസ് ഇല്ലാതെ ചിന്തിച്ചു നോക്കുക, ഞാൻ ഇരിക്കുന്നത് ഈസ് ഇറ്റ് ഇൻ ദ റൈറ്റ് വെഹിക്കിൾ? ഞാൻ കറക്റ്റ് വാഹനമാണോ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ യാത്രയ്ക്ക്? ഇതിൽ തന്നെ ആയിരുന്നോ ഞാൻ കയറേണ്ടിയിരുന്നത്? ഇത് തന്നെയാണോ എൻ്റെ വഴി? സോ റോങ് ആയിട്ടുള്ള ഒരു വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇവിടെ ചിലരുണ്ട് ഈ റോങ് ബിസിനസ്സിൽ നിന്നിട്ട് റോങ് വണ്ടിക്കകത്ത് കയറിയിരുന്നിട്ട് കിങ്സ് ക്ലബിലോട്ട് വന്ന് ജോയിൻ ചെയ്താൽ അങ്ങ് രക്ഷപ്പെട്ടോളും എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. കിങ്സ് ക്ലബിന്റെ അകത്ത് അല്ലെ അനിൽ സാറിന്റെ അടുത്ത് വരുന്നവരുടെ അടുത്ത് അവരുടെ നേട്ടങ്ങളെക്കാൾ കൂടുതൽ വാല്യുവേഷൻ എടുക്കാൻ പറയേണ്ടത് അവരൊഴിവാക്കിയ നഷ്ടങ്ങളുടെയാണ് എന്ന്. കാരണം എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അവിടെ പഠിക്കുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് കിങ്സ് ക്ലബിൽ നമ്മൾ വാല്യുവേഷൻ എടുക്കുന്ന, ഓരോരുത്തരുടെ നേട്ടത്തിന്റെ വാല്യുവേഷൻ എടുക്കുന്ന സമയത്ത് അവരെന്ത് നേടി എന്നുള്ളതല്ല, അവരെന്തൊക്കെ ഒഴിവാക്കി എന്നുള്ളതിന്റെ കണക്കെടുത്താൽ നമ്മൾ ഞെട്ടിപ്പോവും എന്നാ പറഞ്ഞേ. നിങ്ങൾ ഒഴിവാക്കിയ നഷ്ടങ്ങൾ, അതിന്റെ കണക്കെടുത്താൽ മതി കിങ്സ് ക്ലബ്ബ് മുതലാണോ അല്ലയോ എന്ന് മനസ്സിലാവും. സോ ബീയിങ് ഇൻ ദ റോങ് വെഹിക്കിൾ ഇസ് നോട്ട് ഗോയിങ് ടു സെർവ് യു. നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യണം. ആം ഐ ഇൻ ദ റൈറ്റ് വെഹിക്കിൾ? സോ ഇതുവരെ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് മറന്നിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ.